പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷയുടെ കാലമാണ്. കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. SSCക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും OET പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും PSC പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിവസത്തിന് അവർ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിവസത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മക്കളുടെ അനുഗ്രഹം ചൊരിയേണ്ടത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പ്രയാസങ്ങളിലിരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അവരുടെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവെ, അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു. കർത്താവെ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമണ്ഡത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത, നിൻ്റെ മുളുക്കിടത്തിൻ്റെ യോഗ്യത, കർത്താവെ, നിൻ്റെ ഉയർത്തെന്നേപ്പിൻ്റെ യോഗ്യത, അങ്ങനെ മക്കളോട് കരുണത്തോതിനെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തി നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹീതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിൻ്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട്, എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും. ഇതൊന്നും വായിച്ചിട്ടൊന്നുള്ള പുസ്തകമല്ല. ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും. പറയുമ്പോൾ തെറ്റിപ്പോകും. സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ. അപ്പം അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കണത്. കാര്യം അത് എക്സ്പീരിയൻഷ്യൽ ബിബ്ലിക്കൽ തിയോളജി അല്ല, ബൈബിൾ ദൈവശാസ്ത്രമാണ്. പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാളുപരി ജീവിതത്തോട് മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില പറഞ്ഞ ഏലസോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറാൻ കണ്ടിട്ടില്ലേ? അപ്പോൾ ജീവിതം തള്ളിക്കയറ്റി ഉന്തി ഉരുട്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ എന്ന് പറഞ്ഞ നമ്മൾ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകം. അതാണ് ഞാൻ വിവേചിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമേ, ഇപ്പം ഇത് കണ്ടില്ലേ, ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ? ഇയാൾ തളവാദ രോഗിയാണ്. ബെത്സേദ കുളത്തിൽ, ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ്. അത് നമ്മുടെ നാട്ടിലെ കുളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല. അതിങ്ങനെ അറുത്ത് കൊടുത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത്. ബെത്സേദ കുളമാണെന്ന് പറഞ്ഞ് സ്പേസ് സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ്. പക്ഷേ നല്ല ഒരു 8 അടിയൊക്കെ ആഴമുണ്ടെന്ന് പറയുന്നത്. 8 അടി 6 അടി ഇങ്ങനെ ചതുരത്തിൽ കിടക്കും. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ തലവാര രോഗിക്ക് ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും. പക്ഷേ ആരെങ്കിലും സഹായം വേണ്ടി വരും. അല്ലാതെ നമ്മുടെ കുളങ്ങൊന്ന് തീട്ടിയാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും. ഇതങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിന് സ്റ്റെപ്സുകളുണ്ട് താഴേക്ക്.
സൈഡിൽ കൂടി അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും സഹായിക്കണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ 38 കൊല്ലമായി. ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ജനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ 38 വയസ്സുകൊണ്ട് നടത്താം. 30 വർഷങ്ങളായി. ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ദൈവദൃശ്യത്തിൽ കിടക്കണ കുറേ മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ. ഇതിലെന്നെ പറയും, എൻ്റെ അച്ഛാ 75 കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പാപ്പ ശ്രമിച്ചു, എൻ്റെ അപ്പ ശ്രമിച്ചു. ഇപ്പോൾ എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ നടന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങളിങ്ങനെ നീണ്ടു പോയേക്കാണ്. ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ. അപ്പോൾ അവൾക്കാണ് അവിടെ വിശ്വാസത്തോടു കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം. പക്ഷേ ലാഗ് ചെയ്ത കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത്. ഇപ്പം 25 കൊല്ലം മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ ഉടമ്പെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും. എന്താ കാര്യം? കർത്താവ് ഏത് അന്ത്യവിനാഴികയ്ക്കും ഇടപെടുന്ന സ്വഭാവമാണ്. 18ാമത്തെ കൊല്ലം അവൻ അവിടെ കിടക്കുന്നത്, നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പേ അവൻ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ്. പലരും കാണുവേ, പല അണ്ണന്മാരും കാണേണ്ടവൻ കാണാതിരിക്കുന്നതും കാരണം വേറെ ആരും കണ്ടിട്ട് കാര്യമില്ല. കുറേ അണ്ണന്മാർ കണ്ടു, പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ, ചിലപ്പോൾ മന്ത്രിമാരുടെ കൂടി പോയി കാണും, ചിലപ്പോൾ നിയമജ്ഞന്മാർ പോയി കാണും. ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ, സമരക്കാരൊക്കെ അതേ പറയുന്നുണ്ട്. പുരോഹിതൻ പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ, അതുപോലെ ഇവൻ്റെ അടുത്ത് കൂടി പുരോഹിതൻ ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും ഭടന്മാരും ഒക്കെ പോയി കാണാം. ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും. പക്ഷേ കാണേണ്ടവൻ കാണണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുണ്ട് ഇയാൾ ആ ടൈപ്പായിരുന്നു, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാം. ചിലർ പറയല്ലേ മന്ത്രിയുടെ PA ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്നില്ലേ, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും. ഈ ഒത്തിരി വീമ്പിളക്കായിരിക്കണം നല്ല കേട്ടോ, ഹെൽത്തി. അതറിയാമോ, ഇവരെ ആരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല. ഇവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല, ദൈവത്തെ ആശ്രയിക്കത്തില്ല. ഇയാളും പണ്ട് അങ്ങനെയായിരുന്നു. ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇയാളെ വെള്ളം പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവില്ല. യഹൂദന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട്. ഇപ്പോൾ യഹൂദന്മാരൊക്കെ അടച്ചുകുറ്റം പറയല്ല ഞാൻ. സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദിത്തം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് 4 പേര് കൂടി കട്ടിലോടുകൂടി ഇറക്കുന്ന ആൾക്കാരില്ല. അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാൾക്കും പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പം വെള്ളവിളകും, റാഫേൽ മാലാഖയെ ബസ്സേതാക്കുളത്ത് ഇറങ്ങുമ്പോൾ കലക്കും. അപ്പോൾ പിടിച്ചു കിടത്താതെ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇയാളുടെ കൂടെ ഉണ്ടായതാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇയാളുടെ കൂടെ ഉണ്ടായാണ്. ചിലപ്പോൾ ഭാര്യ ഉണ്ടായി, മിക്കവാറും ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും. മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ ഇയാൾ തലവാതിലൊക്കെ കൊണ്ട് ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും. മക്കളും ഉണ്ടായിക്കണമെങ്കിൽ മക്കളും ഇയാൾ തറവാതിരമാണ്. തറവാതിര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര. ഇയാളുടെ മലമൂത്രങ്ങളൊക്കെ ഇയാൾ ആരാണ് ഇതൊക്കെ നോക്കണത് ഏതറിയാം. കാര്യം തറന്ന് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഇത് നിന്നെ ഇപ്പോൾ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട്. അതാണ് പറയണത്. അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടു. 38 വർഷമായെന്ന് മനസ്സിലായത്. എന്തൊരു ഈശോനെ കാണുമ്പോഴേ വല്ലാണ്ടായിപ്പോയി നമ്മൾ. അത്രയ്ക്ക് സംഭവമാണ് പറയണേ. അവനവിടെ കിടക്കണം. ഇതാണ് കർത്താവ്. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഹൃദയമൊക്കെ ഇരിക്കുമ്പോഴേ, ഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് എഴുതി. ഹൃദയത്തിൻ്റെ രൂപമില്ലാതെ ഒറ്റ വീടുണ്ടാകരുത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നണം. ഹൃദയത്തിന് പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഹൃദയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും. അതല്ല, തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ എംബ്ലമാണത്. ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവമായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവനൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഈ സിറ്റുവേഷനിലാണ് ഡു യു വാണ്ട് ടു ഹീൽ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പേര് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴാരുമില്ലെന്ന് പറയും. ചിലരെന്ത് പറയണമെന്ന് അറിയാമോ, ഇവിടുത്തെ പ്രശ്നം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരുമില്ലെന്ന് പറയത്തില്ലേ, അതിനാണ് 10 മാർക്ക്. എന്താ കാര്യത്തിൽ നമ്മൾ ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്കാരും ഇല്ലെന്നുള്ളത് പറയത്തില്ല. അഹങ്കാരമുണ്ടേ, മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല. ഇല്ല ഞാൻ നോക്കിക്കൊള്ളാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്, ആര് സഹായിക്കും, ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പ് അപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്തിരി പാടായിരിക്കും.
വാർത്തകളൊക്കെ വിളിച്ച് പറയും, ആരില്ലെന്നൊക്കെ വിളിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യും. അതല്ല, നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ ചെയ്യണം എപ്പോഴും നല്ലതാണ്. ചില ആൾക്കാർ ഭയങ്കര ജപ്തിയാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല, കൃപാസക്തി വരും. എന്താ കാര്യം? നമ്മുടെ ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. ചില കൃപാസക്തി വരത്തില്ല. എന്നറിയാമോ? കൃപാസക്തി വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ കൃപാസക്തി വരണതെന്ന് മറ്റൊരു ധരിക്കുകയില്ല. ഇപ്പം നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ കൃപാസക്തി കണ്ടാൽ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. അയാൾ സമ്മതിച്ചു, എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളതുപോലെ അംഗീകരിക്കണം. എന്നിട്ട് ദൈവദർശനം ഏറ്റു പറയണം. അപ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആപൽക്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. നമ്മുടെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു തിരിച്ചറിവുണ്ട്. നമ്മൾ ഓരോരുത്തരും എത്തണില്ല എന്നുള്ളത്. ഓരോ വാർത്തയും പരിശോധിക്കുമ്പോൾ ഓരോ വാർത്തയും ഓരോ വീക്ഷണങ്ങൾ, ഓരോ ന്യൂസുകളും ഓരോ വീസുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ പരസ്പരം ചെളിവാരി എറിയുന്ന, പരസ്പരം കേമത്തം നടിക്കുന്ന, പരസ്പരം വക്രതയും വഞ്ചനയും, അതുപോലെ തന്നെ മനുഷ്യൻ ഇന്ന് വളരെ നിസ്സഹായമായ അവസ്ഥയിലാണ്. അവൻ്റെ കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുക. കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഭ്രാന്തമായ, അതായത് അവൻ്റെ ഒരു കൺട്രോൾ പോയിരിക്കുന്നു. ഇപ്പോൾ സ്വർണം കടത്ത് നടത്തുന്നവരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നവരും ഒരു വിശ്വാസത്തിന് ദേവാലയം പിടിച്ചു പറ്റിയിട്ട് അത് കൊള്ള ചെയ്ത് മറ്റൊരു വിശ്വാസത്തിൻ്റെ ദേവാലയം മാറ്റുന്നവരും, അതെല്ലാം ഈ ആഴ്ചയിൽ നടക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. മനുഷ്യനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവൻ അക്രമങ്ങൾ കാണിക്കും, സാമ്പത്തിക മേഖല അക്രമം കാണിക്കും. കൂടുതൽ സമ്പത്ത് വാരിക്കൂട്ടിയില്ലെങ്കിൽ, അവനെ സമ്പത്ത് സംഭരിച്ചില്ലെങ്കിൽ അവന് എന്തോ ആപത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഏത് വിധേനയും സമ്പത്ത് ശേഖരിക്കാൻ നോക്കും. ഇതുപോലെ ഓരോ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ചില സമയത്ത് ഈ ക്രമങ്ങൾ തെറ്റണതിനാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമങ്ങൾ തെറ്റിപ്പോകുന്നതിനാണ് നമ്മൾ അക്രമം എന്ന് പറയുന്നത്. അക്രമം എപ്പോഴും ഇങ്ങനെ ഭൂമിയുടെ ആഴങ്ങളിൽ അങ്ങനെ ഇരിക്കുക. അത് പലതരത്തിലും മനസ്സിൻ്റെ ആഴങ്ങളിലും. ഈ ബൈബിൾ എപ്പോഴും പറയണത് ഭൂമിയും മനസ്സും ഏതാണ്ട് ഒരുപോലെയാണ് പറയണത്. ഭൂമി ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അരുവി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ എന്ന് പറയത്തില്ലേ? അപ്പോൾ ഭൂമുഖം എന്ന് പറയണത് ഇങ്ങനെ ഓസ്ട്രേലിയ, അമേരിക്ക, ആഫ്രിക്ക അതുപോലെയുള്ള ഭൂമിയുടെ മുഖങ്ങളല്ല. ശരിക്കും മനുഷ്യൻ്റെ മനസ്സാണ് ഭൂമി എന്ന് പറയുന്നത് ബൈബിൾ പറയണത്. ഇപ്പം മനുഷ്യൻ്റെ മനസ്സ് നവീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അരൂപിയാൽ തന്നെയാണ് നവീകരിക്കേണ്ടത്, അല്ലാതെ പ്രത്യയശാസ്ത്രം കൊണ്ടല്ല നവീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ കൃപയാലാണ് ഭൂമിയുടെ മുഖം, മനസ്സിൻ്റെ മുഖം നവീകരിക്കേണ്ടത്. അല്ലാതെ എന്തുകൊണ്ട് നവീകരിച്ചാലും പിന്നെയും പഴയ തന്നെ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത്
ദൈവത്തെ കൊണ്ടല്ലാതെ വേറെ എന്തിനെ കൊണ്ടും സമ്പത്തോ സ്വർണ്ണ ബിസ്ക്കറ്റോ ഭൂമിയോ ആഹാരമോ വേഷവിധാനങ്ങളോ വലിയ കെട്ടിടങ്ങളോ ബാക്കി എന്തിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാൻ ആഗ്രഹിച്ചാലും പിന്നെയും ദാഹിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ 30 കിലോ സ്വർണം, അപ്പോൾ ചിലർ പറയണ ആയിരക്കണക്കിന് കിലോ സ്വർണം ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചിലർ ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യന് ജീവിക്കാൻ 1/2 കിലോ സ്വർണം ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ 1/2 കിലോ സ്വർണം പോലും വേണ്ട. അരപ്പവനില്ലാത്തവരിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവമാണ് സ്വർണമെന്ന് കണ്ടിട്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവമാണ് അതാണ്. അരപ്പൻ പോലും കയ്യിലുണ്ടാകത്തില്ല, പക്ഷെ അവർക്ക് ഈ 1/2 കിലോ സ്വർണ്ണമുള്ളവരെക്കാൾ സന്തോഷം അവർ അനുഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസം എപ്പോഴും ജീവിക്കണ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ 1000 കിലോ സ്വർണ്ണമുള്ളവരെക്കാളും കൊടീശ്വരന്മാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഒന്നും വേണമെന്ന് തോന്നത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. 4:13 നമ്മൾ വായിക്കണില്ലേ, അതിമനോഹരമായ സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ വെള്ളം കുടിക്കണവന് ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും. അതാണ് അത് ഈശോ പറഞ്ഞതാണ്. ഇപ്പം സ്വർണം എത്ര കടത്തിയാലും പിന്നെയും ദാഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. എന്നിട്ട് ഈശോ പറയും, ഈ ഭൂമിയുടെ മുഴുവൻ ദാഹം അവസാനിപ്പിക്കാനാണ് അവൻ വന്നത്. മനുഷ്യനിങ്ങനെ കുറേ ദാഹം ഉണ്ടാവുകയെ. ഇപ്പം പഞ്ചാബിലെ നൈസാം രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ ഓദർ ലാപ്പിയർ പറയണത്, അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് ഒരു വൈദ്യൻ വന്ന് പ്രാവിൻ്റെ പാങ്ക്രിയാസ്, പ്രാവിന് കട്ടില്ല, കരളെടുത്തിട്ട് ഒരു പ്രത്യേക മരുന്നുണ്ടാക്കി കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ രോഗം ശമിക്കാനൊത്തില്ല. കാരണം അത് ശാരീരികമായ രോഗമല്ലായിരുന്നു, ബോറായിരുന്നെന്ന്. അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗം ബോറായിരുന്നു, എന്നുവെച്ചാൽ മടുപ്പ്. സോളമൻ്റെ തന്നെ വേറൊരു ഇന്ത്യൻ വേർഷനാണ് പുള്ളി. കുറേ സ്ത്രീകളുമായിട്ട് ജീവിച്ച മനുഷ്യനാണ്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഈ മാർബിൾ കൊത്തളത്തിൽ നല്ല വെഞ്ചാമരവും കർപ്പൂരവും അതുപോലെ തന്നെ മറ്റ് ഒത്തിരി സുഗന്ധ ദ്രവ്യങ്ങളാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ അദ്ദേഹം അരിയിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഈ സുഗന്ധ നീരാട്ടം നടത്തിയിരുന്നത്. കുറേ സ്ത്രീകളെ ചുറ്റും നഗ്നരായ സ്ത്രീകളെ വെച്ചുകൊണ്ട്. ഒരു രാജാവിന് കിട്ടുന്ന അധികാരം കൊണ്ട് എന്തുമാത്രം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റും, അത്രയും ആസ്വദിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു പ്രവണത ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള വെള്ളം കുടിച്ചാലേ ശരീരത്തിൻ്റെ കാര്യമായാലും സമ്പത്തിൻ്റെ കാര്യമായാലും പേരിൻ്റെയും പ്രതാപത്തിൻ്റെയും കാര്യമായാലും ഈ വെള്ളം കുടിക്കണവനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് വന്നത്, ഒരു പഴയ പോസ്റ്റാണ്. ഇന്ന് ജീവിച്ചിരിക്കണ മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റുമാർ അവർ സാധാരണ ചന്തയിൽ നിന്ന് ഒരുമിച്ച് 4 പേരും കൂടി ഇപ്പോൾ വർത്തമാനം പറയണ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പം അത്രയുള്ള മനുഷ്യൻ ഒരു കാലത്ത് വലിയ ഈ ലോകത്തിൻ്റെ പോലീസാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരായിട്ട് അവർ മാറുന്നത്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും ചിലർക്ക് ഭയങ്കര മസിൽ പിടുത്തമാണ്. അപ്പം ഇതൊക്കെ ഈ അധികാരത്തിൻ്റെ വെള്ളം എത്ര കുടിച്ചാലും പിന്നെയും മനുഷ്യന് ദാഹിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത വേണം. ഇന്ന് 30 കിലോ കടത്തിയെങ്കിൽ നാളെ 60 കിലോ കടത്തണം. ഇങ്ങനെ ചെന്ന് ശരിക്കും പറഞ്ഞ് ഇവരെ കാണുമ്പോൾ നമ്മൾ പ്രതികളെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ശരിക്കും അവരുടെ മുഖത്തിൽ പാവത്വങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ചെന്ന് മനസ്സ് പെട്ടിട്ട് അവർ കിട്ടാവുന്നത് മുഴുവനും ഇങ്ങനെ ഓരോരോ മാർഗങ്ങളിലൂടെ വളരെ ബുദ്ധിപരമായ രീതിയിൽ അവർ സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു പ്രവണതയുണ്ട്. ഇതുപോലെയുള്ള വെള്ളം കുടിച്ച് മനുഷ്യൻ്റെ ആഗ്രഹത്തെ ഇങ്ങനെ തൃപ്തിപ്പെടുത്താവുന്ന, പക്ഷേ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്
ഒരിക്കലും ദാഹിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞ ഈ വെള്ളം കുടിക്കുന്നവർക്ക് ഇനിയും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്നവർക്ക് ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം കൂടിയാണ് ഈശോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു ഒറ്റമൂലിയായിട്ട് നൽകി. അതുകൊണ്ടാണ് 7:37 നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം, തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ഈശോ ഇത്തരം ഉച്ചത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അത് ഈശോയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കണം. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ ഇരുന്ന അവനാണ് അവിടെ ഇരിക്കുകയായിരുന്നൊരു പീഠത്തിൽ. പക്ഷെ ഒരു വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ്. അതിനെന്ത് തിരഞ്ഞെടുത്തിരിക്കണത്? തിരുനാളിൻ്റെ പിഗ് ഡേ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, മഹാദിനം. തിരുനാളിൻ്റെ ഓർഡിനറി ഡേയ്സ് അല്ല, 10-15 ദിവസം നടക്കുന്ന തിരുനാളാണ്. അതിൻ്റെ ഓർഡിനറി ഡേയ്സ് അല്ല പറയണത്. അതിൻ്റെ പിഗ് ഡേ എടുത്തിട്ട് അവൻ എഴുന്നേറ്റ് നിന്നു. എന്തൊരു ഡ്രസ്സിങ് ആണ്! അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു. എന്താ അവൻ പറഞ്ഞത്? സ്വർഗ്ഗസ്ഥനായ പിതാവ് പോലും അത്രയും സ്വരത്തിലല്ല അവൻ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇതവൻ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ജീവജലത്തിന്റെ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, വാഴുന്ന ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ, നിറയണമേ എന്നിൽ, നിറയണമേ എന്നിൽ, നിറയണമേ. ജീവജലത്തിൻ്റെ അരുവിയാ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ്റെ അരുവിയാ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈശോ 6:67 പറയുന്ന ഒരു വാക്ക് അച്ഛൻ്റെ ധ്യാനത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. യോഹന്നാൻ 6:27 എന്താണ്? അപ്പത്തെ തന്നെ ഈശോ രണ്ടായിട്ട് തിരിക്കും. ഇപ്പം വെള്ളത്തെ രണ്ടായി തിരിച്ചില്ലേ? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പം 4:13 വെള്ളത്തെ ഈശോ രണ്ടായിട്ട് തിരിച്ചു. മനുഷ്യന് വേണ്ടത് എന്താണ്? വെള്ളവും ആഹാരവും വെള്ളവും വേണം, അല്ലേ? മനുഷ്യൻ്റെ ശരീരത്തിന്. എന്നിട്ട് ഈശോ പറഞ്ഞത് എന്താ? അത് മാത്രമല്ല വിഷയം. അതായത് നശ്വരമായ 6:27 യോഹന്നാന്റെ സുവിശേഷം ഏറ്റുപറഞ്ഞ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്മേൽ അംഗീകാരമുദ്ര ചാർത്തിയിരിക്കുന്നു. ഭയങ്കര അധ്വാനമല്ലേ മനുഷ്യൻ, അല്ലേ? സ്വർണ്ണ കടത്തിന് എത്ര കണ്ണികളാണ്, എത്ര പേരുടെ അധ്വാനമാണ്. എത്രയോ പേരാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത്. റിസ്ക് പിടിച്ച സാഹസികമായ അധ്വാനങ്ങളാണ്. ഇതെല്ലാം നശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഈശോ പറഞ്ഞത്, നശ്വരമായ അതേ നശിച്ചു പോകുന്ന അപ്പമാണ്. ഇപ്പം എന്ത് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് നാശോന്മുഖമാകും. ഈ പ്രപഞ്ചത്തിൻ്റെ രീതി അത് തന്നെയാണ്. ഈ പത്രോസ് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ആത്മാവിൻ്റെ ജ്ഞാനത്തിലൊരിക്കൽ പറഞ്ഞത് മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്നാണ്.
അപ്പോൾ നമുക്കറിയാമല്ലേ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്മാത്ര ആറ്റം കൊണ്ടാണ്. ഈ ആറ്റം പോലും ഡിഫ്യൂസ് ചെയ്യുമെന്നാണ് പറയണത്, എന്തൊരുകുമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ കാണുന്ന കല്ലുമേ കല്ല് ശിക്ഷിക്കാത്ത, നിങ്ങളീ കാണുന്നതെല്ലാം കല്ലുമേൽ കല്ല് ശിക്ഷിക്കാത്ത. ഇപ്പം യോഹന്നാൻ 2:19 ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 സ്നേഹമേ, സ്നേഹമേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുനരുദ്ധരിക്കാൻ പറ്റുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരവും പുനരുദ്ധരിക്കാൻ പറ്റും. അതാണ് ഈശോ യോഹന്നാൻ 2:19 പറയണത്. ഇത് ഈ പുനരുദ്ധരിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ ശരീരം. പിന്നെ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർ. ബാക്കിയെല്ലാം അത് ദേവാലയമാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാണുന്നതെല്ലാം തകർന്ന് കല്ലുമേ കല്ല് ശിക്ഷിക്കാത്ത കാലം വരും. പുനരുദ്ധരിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വിഷയങ്ങളും എപ്പോഴായാലും നശിച്ചു പോകും. നശിച്ചു പോയാൽ പിന്നെ അതിനെ പുനരുദ്ധരിക്കാൻ പറ്റത്തില്ല. വേറെ ചില ഡമ്മികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അത് ആശിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നശ്വരമായ അപ്പമെന്ന്. ഈശോയുടെ എല്ലാ വചനങ്ങളും എല്ലാം ഏതാണ്ട് ഒരേ പല പല രീതി പറയണമെന്നേ ഉള്ളൂ. അതാണ് 6:27 നമ്മൾ വായിച്ച് കേട്ടത്. എന്താണ്? നശ്വരമായ അപ്പം, കാണുന്നതെല്ലാം തകർന്ന്. ഇപ്പം രണ്ടും നശ്വരമാണ് അല്ലേ? നിങ്ങൾ കാണുന്നതെല്ലാം തകർന്ന് കല്ല് ശിക്ഷിക്കാത്ത കാലം വരും എന്ന് പറയണതും നശിച്ചു പോകുന്ന അപ്പവും സെയിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണതാണ് ഭയങ്കര ഒരു മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ സോളമൻ ചോദിച്ചു, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം വന്നു? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭാപ്രസംഗം 3:9 അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? സഭാപ്രസംഗം 3:9 അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഈശോ 6:27 ചോദിക്കുന്നത്, നശ്വരമായ അപ്പം. എപ്പോഴും അതുകൊണ്ട് പൗലോസ് പറയും, ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു അലങ്കാരമാണ്, അനുഗ്രഹമാണ്. മനുഷ്യന് ആക്രാന്തം കൂടുമ്പോഴനുസരിച്ച് കൊണ്ട് അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് അത് നേടാൻ വേണ്ടി ഒരു ജീവിതം
ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ നമുക്കും ചെയ്താൽ മാത്രമേ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നില്ലേ? ഇപ്പോൾ ഒരാൾ ഒരു കാറ് വാങ്ങിച്ച് നമ്മുടെ അയൽവാസി, ഇപ്പം നമ്മൾ പറയണ ഈ നാട്ടിൽ ജീവിച്ചിരിക്കണമെങ്കിൽ അത്ര ഒരു കാറ് മേടിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ലോകാരൂപിയുണ്ട്. അതായത് ഇതെല്ലാം ഈ കാണുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ഈ ലോകാരൂപി അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവൻ വേറെ കാര്യം ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി അവനെ നമ്മളെ ആരെയാണ് ഫോളോ ചെയ്യണത്? അയൽവാസിന്, കൂടെയുള്ള കൂട്ടുകാരനെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നവരെയാണോ ഫോളോ ചെയ്യണത്? അത് കർത്താവിനെയാണ് ഫോളോ ചെയ്യണത്. ഇപ്പോൾ ഓരോരുത്തർ ചെയ്ത് അവൻ്റെ ഇപ്പോൾ ഡ്രസ്സ്, സ്വർണ്ണം ഇല്ലേ, അല്ലെങ്കിൽ ആഭരണം, അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ഒരെണ്ണം വേണം, അതുപോലെ നമുക്ക് നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യണത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, ആരെയാണ് ഫോളോ ചെയ്യണതെന്ന്. പലപ്പോഴും നമുക്കറിയാം ക്രിസ്തുവിനെ അല്ല നമ്മൾ ഫോളോ ചെയ്യണത്. നമ്മുടെ പല പ്രാർത്ഥന ലാഗ് ചെയ്യാൻ കാരണം നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ മനസ്സിലാകും ക്രിസ്തുവല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നെങ്കിൽ അയൽവാസിയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരത്തിയോ ആണ്. ചിലരൊക്കെ കോയമ്പത്തൂർ പോയി ബാങ്ക് ജോലി ഇട്ടിട്ട് സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. അപ്പോഴേ അതായത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാകണതേ നല്ല ശരിക്കും ഈ ബുദ്ധിയില്ലേ, ബുദ്ധിയും ചിന്തയും ഹൃദയവും ഒക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വെക്കണം കൈ. ഉണ്ടാ ആചാര്യണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയായിട്ട് കൈ വെക്കണം. എന്തിനാണ്? കർത്താവേ, എൻ്റെ ബുദ്ധിയും എൻ്റെ ഹൃദയവും, 2 ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്. ഇൻ്റലക്ട് ആൻഡ് വിൽ, 2 ഫാക്കൽറ്റി ഉണ്ട്. ഈ 2 ഫാക്കൽറ്റി എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മിസ്റ്റേക്കിലാകും. എന്നിട്ട് പറയാം, കർത്താവേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. അതായത് എനിക്ക് തൃപ്തി തരണമെന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ, ഈ നെറ്റിയിലും ഈ നെഞ്ചിലും അങ്ങ് കൈ വെച്ചിട്ട് കർത്താവേ എനിക്ക് തൃപ്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുമെന്ന് തൃപ്തി ഉണ്ടാകത്തില്ലെന്നല്ലേ പറഞ്ഞത്. ലോകത്തിൻ്റെ ആൾക്കാരുടെ താല്പര്യങ്ങൾ, അതനുസരിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ കീപ്പ് ചെയ്ത് അതിൻ്റെ പുറകെ നമ്മൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകും. ഇച്ഛാഭംഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടും. അടുത്ത് കള്ളത്തരങ്ങളുണ്ടാകും. അപ്പോൾ ചിലർ ഒത്തിരിയേറെ കള്ളത്തരങ്ങൾ ചെയ്താലും അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നാട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ്, നമുക്ക് മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ടേ, ചില പറയത്തില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്. ചത്ത് കിടന്നാലും അത് മലയാളികളുടെ മാത്രം ഒരു മനസ്സാണ്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ചത്ത് കിടക്കണേ, ചമഞ്ഞ് കിടന്നിട്ട് വലിയ കഥയൊന്നുമില്ല, എന്നാലും മനുഷ്യൻ്റെ ഒരു ആഗ്രഹം ഉള്ളിൽ. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അവൻ ദാഹിച്ച് പല വിക്രിയകൾ കാണിക്കും, പല ബന്ധങ്ങളിൽ ചെന്ന് ചാടും. എന്നിട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടിയും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വാട്ട് വി ഗെയിൻ ആഫ്റ്റർ ഓൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ഗെയിം ഒന്നും ചെയ്യേണ്ടത്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊന്ന് കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ആരും ആവശ്യമില്ലാത്ത നെഞ്ചുവേദന സൂക്ഷിക്കരുതെന്ന് അച്ഛൻ പറയണത്. ഞങ്ങൾക്ക് അതില്ല, ഞങ്ങൾക്ക് ഇതില്ല എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു നെഞ്ചുവേദനയെ സൂക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെയാണ് അതായത് ആധുനിക കാലം വന്നപ്പോഴെന്നാ പറ്റുന്നറിയാവോ? വിശ്വാസം ആപ്ലിക്കേറ്റ് ചെയ്യണില്ല മനുഷ്യൻ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവം, മറ്റുള്ളവർക്ക് അതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അർത്തുങ്കൽ പള്ളിയുടെ വാതിക്കൽ ഞാൻ രാത്രി 1 മണിക്ക് വന്ന് ഇറങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി. എപ്പോഴും അവിടെ ഇറങ്ങിയാൽ പ്രാർത്ഥിച്ചിട്ട് പോകും. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പയ്യൻ നല്ല ശരിക്കും രാത്രി 1 മണിയായി, പക്ഷേ അയാൾ നല്ല വെള്ളമാണ്. അയാൾ വന്ന് ജോസഫച്ചനല്ലേ എന്നും പറഞ്ഞ് എന്നെ കണ്ട് ശ്രുതിയൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് പുള്ളിക്ക് രണ്ട് മൂന്ന് ചീള ഡയലോഗ് പറഞ്ഞു. അച്ഛാ, എനിക്ക് മൊബൈലുമില്ല, സ്കൂട്ടറുമില്ല, ഒരു സെറ്റപ്പുമില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ അതുകൊണ്ട് അതൊക്കെ അയാൾ കളഞ്ഞതാണേ. അതുകൊണ്ടാണ് അയാൾ വെള്ളം അടിക്കണമെന്ന് എന്നെ ധരിപ്പിക്കണത്. അപ്പോൾ അതായത് മറ്റുള്ളവർക്കുള്ള സംഭവങ്ങൾ നമ്മൾക്ക് അതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പല്ല എന്ന് വിചാരിച്ചിട്ട്
ഒരു ഭയങ്കര ആത്മവിശ്വാസക്കുറവ് കാണിച്ചിട്ട് ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചില ആൾക്കാർ വിശും, ചില ആൾക്കാർ ഇതുപോലെ കള്ളക്കടത്ത് നടത്തും. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. ഈ എന്ത് വെള്ളം കാണിച്ച് ഇത് എന്ത് കയ്യാങ്കളി കാണിച്ചാലും അവസാനം ഈശോ പറയും നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും പിന്നെയും ദാഹിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഭാഗങ്ങളിലെല്ലാം അതാണ് അച്ഛൻ പറഞ്ഞത്, നെറ്റിലും നെഞ്ചിലും കൈവച്ചിട്ട് കർത്താവെ തൃപ്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നെറ്റിലും നെഞ്ചിലും കൈവച്ചേ. കുറേ ആവശ്യമില്ലാത്ത ഭാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വന്ന് പോട്ടെ. നെറ്റിലും നെഞ്ചിലും കൈവച്ചേ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ 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 എൻ്റെ ആത്മാവിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമേ. അങ്ങ് ആഗ്രഹിക്കാത്തത് ഞാൻ ആഗ്രഹിക്കാതിരിക്കാനും മറ്റുള്ള മനുഷ്യർക്കുള്ളത് എനിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ ദാഹം തോന്നി കർത്താവേ എൻ്റെ വചന വഴികളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ. ഓരോ മനുഷ്യനും ഓരോ ചിന്തകളുണ്ട്. അപ്രകർഷതാ ബോധവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് കർത്താവെ ഓരോ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർത്താവെ. അതെല്ലാം കർത്താവെ ശാശ്വതമല്ല. ഈ വെള്ളം കുടിക്കും, ഇനിയും ദാഹിക്കും. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യന് നൽകുന്ന നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ അങ്ങ് പറഞ്ഞതിന്റെ അകമ്പൊരുളുകള് അഭിഷേകമായി നൽകണമേ. ശ്രുതികട്ടെ.